സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷം കാട്ടാന ഒഴികെയുള്ള വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ 382 പേർ കൊല്ലപ്പെട്ടു. കാട്ടുപോത്ത്, പുലി, കടുവ എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ അക്രമത്തിലാണ് ഇത്രയും മരണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാന എടുത്തത് 111 പേരുടെ ജീവനാണ്. കാട്ടാന ഒഴികെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. 5 വർഷത്തിനിടെ 76 പേർ പാലക്കാട്ട് മരിച്ചു. ഇവരുടെ കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ 11.49 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. നഷ്ടപരിഹാരം പൂർണ്ണമായി കിട്ടാത്ത ഒട്ടേറെ പേർ സംസ്ഥാനത്ത് ഇനിയുമുണ്ട്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാന ഒഴികെയുള്ള വന്യമൃഗാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. വന്യമൃഗം ശല്യം തടയാനായി ഇക്കാലയളവിൽ 75.76 കോടി രൂപയുടെ പദ്ധതികളാണ് വനംവകുപ്പ് നടപ്പിലാക്കിയത്. എന്നാൽ പദ്ധതികൾക്ക് പൂർണ്ണമായും ഫലം കിട്ടിയില്ല. മിഷൻ സോളാർ ഫെൻസിംഗ് 2024 എന്ന പദ്ധതി വഴി 848 കിലോമീറ്റർ സൗരോർജ്ജ വേലി മാത്രമാണ് നടപ്പാക്കിയത്. ഈയിടെ പ്രഖ്യാപിച്ച ജനവാസ മേഖലയോട് ചേർന്നുള്ള വനപ്രദേശത്തെ അടിക്കാടുകൾ വെട്ടുമാറ്റുന്ന പദ്ധതി ഇനിയും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷങ്ങളായി കേന്ദ്ര സർക്കാർ വന്യജീവി ആക്രമണം നിയന്ത്രിക്കുന്നതിനായി 22.11 കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് അനുവദിച്ചത്. 2020 മുതൽ കഴിഞ്ഞ മാസം വരെ 111 പേർ കാട്ടാനകളുടെ ആക്രമണത്തിലും 20 പേർ നാട്ടാനകളുടെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. ഇടുക്കി വിഷൻ, കുമളി.